എൻ ഡി എയുടെ നേതാവ് കൂടിയായ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നമുക്കും ചേർത്തു. ശ്രീ വിഷ്ണുപുരം, ഇതിനകത്ത് വലിയൊരു അവഗണന നടന്നിട്ടുണ്ട്. അതൊരു കേരളത്തിന്റെ മത്സ്യബന്ധന മേഖല എന്താണ് എന്നുള്ളതൊക്കെ അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും ഉപരിയായിട്ട് നിൽക്കുന്നത് ഇതിലൊരു മതമാറ്റം നടക്കുന്നുണ്ട്, സമുദായ മാറ്റം നടക്കുന്നുണ്ട്. ഈ ജാതി മാറ്റമൊക്കെ തൊഴിൽ കിട്ടും, സംവരണ ആനുകൂല്യം അട്ടിമറിക്കാം, ഇങ്ങനെ ഒരു വളഞ്ഞ വഴിയിൽ കൂടെ സംവരണ ആനുകൂല്യം കിട്ടാം, അതിന് നിങ്ങൾ മതം മാറിക്കൊള്ളൂ എന്ന് പറയുന്നിടത്ത് അതിനകത്ത് രൂപതാധ്യക്ഷന്മാരടക്കം സഹായം കൊടുക്കുന്നുണ്ട് എന്ന് സമുദായ അംഗങ്ങൾ തന്നെ പരാതികൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടത്, ഈ വിഷയത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ തൊട്ടാലും അനങ്ങിയാലും ഒക്കെ നടത്തുന്ന ഹൈന്ദവ സംഘടനകളും എൻ ഡി എയും ഒക്കെ ഈ വിഷയം കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലേ? ഇത് ഒരു വലിയ ചർച്ചാ വിഷയമാക്കാൻ ഈ 2009 തൊട്ട് ഈ പരാതിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇതിലെ ഏത് വ്യക്തിക്കും മതം മാറാൻ ഭരണഘടന അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷെ ജാതി മാറാൻ ഒരു ഭരണഘടനയും അധികാരം കൊടുത്തിട്ടില്ല. ഇത് ജാതി മാറ്റമെന്ന് പറയുമ്പോൾ ഒരു സംവരണത്തിന് വേണ്ടി ഒരു സാധാ ആൾ മാറിപ്പോകുന്നതല്ല. നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൗസ് കേന്ദ്രീകരിച്ചുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ലാത്തിൻ കത്തോലിക്കയിൽ ആൾ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. ആ നെയ്യാറ്റിൻകര രൂപത തന്നെ പറയുന്നത് 2.5 ലക്ഷം പേരെ ഇത്തരത്തിൽ ലാത്തിൻ കത്തോലിക്കയിൽ ആക്കിയെന്നാണ്. നെടുമങ്ങാട് നെയ്യാറ്റിൻകര താലൂക്കിൽ കടൽ എവിടെ ഇരിക്കുന്നു? നേരത്തെ ആരും പറയില്ല. അല്ല, ശ്രീ വിഷ്ണുപുരം ഇടപെടുന്ന ശ്രമിക്കുന്നത് 2.5 ലക്ഷം എന്നുള്ളൊരു കണക്കാണ് പറയുന്നത്. അതൊരു ചെറിയ വിഷയമൊന്നുമല്ല, കേട്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. 2 ലക്ഷം ഇതൊരു രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ലോ അല്ലേ? അങ്ങനെ 2.5 ലക്ഷം എന്നുള്ള ഫിഗർ ആ ബിഷപ്പ് ഹൗസ് പറയണേ, ഞാൻ പറയുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ 4% സംവരണത്തിന് വേണ്ടി അങ്ങോട്ട് മാറുന്നു. SIUC സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച 1% ആളുകൾ അതിൽ നിന്ന് മാറുന്നു. SIUC സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, 2 വർഷം കഴിഞ്ഞാൽ LC സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഇതൊന്നും ആരും പറയില്ല, പറയുന്നവരെ ഒറ്റപ്പെടുത്തും. എന്തായാലും അത്ഭുതം തോന്നുന്നു, ആ സഭയിൽ തന്നെ ഒരു വൈദികൻ നട്ടലോടുകൂടി പറയാൻ തയ്യാറായത് എന്തായാലും സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിന് ഇനി പള്ളി ഉണ്ടാവുമോ, ഇത് അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഭംഗിയായിട്ടവരെ അറിയാം. നെയ്യാറ്റിൻകര രൂപത ഈ മത്സ്യമേഖലയിലുള്ളവരും രണ്ടും കൂടി തർക്കം വന്നപ്പോഴാണ് നാടാർക്ക് വേണ്ടി ഒരു രൂപത രൂപീകരിച്ചത്. നാടാർ രൂപതയിൽ പൊഴിയൂർ ഭാഗം നെയ്യാറ്റിൻകര വരണയാണ്, പക്ഷേ ആ നെയ്യാറ്റിൻകര രൂപതയിൽ അത് പെടുത്തിയില്ല. കോവളം ഭാഗം നെയ്യാറ്റിൻകരയിൽ വരണയാണ്, അത് പെടുത്തിയില്ല. അതെല്ലാം തിരുവനന്തപുരം രൂപയിലാക്കിയിട്ട് നാടാർ രൂപീകരിച്ചിട്ട് അവിടെ നടക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇത് ക്രിമിനൽ കുറ്റമാണെന്ന് 2009 മുതൽ ഇങ്ങോട്ട് എല്ലാ പാർട്ടിക്കാർക്കും അറിയാം. ഞാൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് 10ൽ കുറയാതെ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പിണറായി സഖാവിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ കേളു മിനിസ്റ്റർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുക്കാത്തത് കൊണ്ടല്ല, ഒരു സംഘടിത വിഭാഗത്തിനെ എതിരെ ശബ്ദിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ഇന്നത്തെ ചർച്ചയിലും അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്തെങ്കിലും സത്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അവരുടെ ഭാവിക്ക് ദോഷം വരുമോ എന്നുള്ളത് കൊണ്ടാണ്. പാവപ്പെട്ട കട്ടമരത്തിലും ചൂണ്ടയുമിട്ട് വലയും വീശി കഴിയുന്ന പാവപ്പെട്ട പട്ടിണി പാവങ്ങൾ അവരുടെ മക്കളെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വീട്ടക്കുകാരന് മുറുക്കാൻ കട ചെയ്യേണ്ട ഗതികേട് വരുത്തിയത് നെയ്യാറ്റിൻകര രൂപതയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നാടാർ സമുദായമാണ്. എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് എല്ലാത്തിലും. അതിൽ ഞാനൊന്ന് പറയുന്നു, എൻ്റെ സമുദായ അംഗങ്ങൾക്ക് 500 പേർക്കാണ് ജോലി ഈ ലാത്തിൻ കത്തോലിക്ക എന്ന് കിട്ടിയാൽ എണ്ണത്തിൽ ഞാൻ പറയുന്നു 50 പേരെ മത്സ്യമേഖലയിൽ നിന്നുള്ളവർക്കുള്ളൂ. 450 എൻ്റെ സമുദായം തന്നെയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒളിച്ച് പറ്റിച്ച് ബിഷപ്പുമാരുടെ വാക്കും കേട്ട് കള്ളമായിട്ട് ജോലി വാങ്ങിക്കാതെ എൻ്റെ സമുദായം തൻ്റെ ഇടമായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ച് ജോലി വാങ്ങിച്ച് അന്തസ്സായിട്ട് പോകണം. ഇതൊക്കെ അന്വേഷണം വരും. ഇന്നല്ലെങ്കിൽ നാളെ അന്ന് ഇങ്ങനെ ജോലി വാങ്ങിച്ചവരുടെ ജോലികൾ പോകും. ഒരു ചെറിയ സർവേ നടത്തട്ടെ. ഇതേ തന്നെ പരസ്യമായിട്ട് അച്ഛന്മാർ പറയുന്നില്ല, ഒരച്ഛനെ പറഞ്ഞുള്ളൂ. അവരിടയിൽ ഒരു സർവേ നടത്തട്ടെ, ഇത് ക്രൂരകൃത്യമാണ്, തെറ്റ് എന്ന്. ഇത്രയും ഒരു മാരകമായ തെറ്റ് ചെയ്തിട്ട് ഒരു ക്ലെയിം എടുത്തിട്ടില്ല. ശ്രീ വിഷ്ണുപുര ചന്ദ്രശേഖരൻ, 2010 എന്ന് പറയുമ്പോൾ ഇത് ഭരിച്ച 2 മുന്നണികൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. സ്വാഭാവികമായിട്ടും വോട്ട് ബാങ്കാണ്. UDF-ഉം LDF-ഉം അടങ്ങുന്നില്ല എന്നുള്ളത്. നെയ്യാറ്റിൻകര BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ഷെയർ അങ്ങനെ ഉയർത്തിയ മണ്ഡലം.
നല്ല സ്ട്രോങ് ബെൽറ്റ് ഉണ്ട് BJP സംബന്ധിച്ചോളം. ഇന്ത്യ ഇനിയും വലിയ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു സ്ഥലമൊക്കെ തന്നെയാണ്. ഈ വിഷയങ്ങളൊക്കെ അന്നൊന്നും ഈ പ്രചാരണ സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ലേ? അന്ന് ഈ മത്സ്യബന്ധന മേഖല ഇതൊന്നും പറഞ്ഞില്ലേ? ഈ പ്രചാരണ സമയത്ത് പോലും ഈ കാര്യമൊന്നും പുറത്തേക്ക് വന്നു പോലും ഇല്ലല്ലോ. അല്ല, അതൊന്നും പറയില്ല. കാരണം ഒരു പള്ളിയുടെ കീഴിലാണ് ഈ ജനം നിൽക്കുന്നത്. ആ മത്സ്യമേഖലയിലെ തൊഴിലാളികളെ മുഴുവന് ആ ലാത്തിൻ കത്തോലിക്ക സഭയുടെ പരിചയമായിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. സമരങ്ങൾക്ക് എന്ത് സമരം എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഇത് തന്നെ ഇന്ന് ഈ ചാനൽ അവിടെ പോയിട്ട് ഈ സംവരണ കാര്യം അവർക്കറിയില്ല. തിരുവായ്ക്ക് എതിർവായില്ലാതെ അഭിപ്രായം പറയാതെ വളർത്തിയെടുക്കുന്ന കടലോരത്തെ ഒരു സമൂഹമാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ ഇപ്പം നമ്മുടെ KLCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഈ പാനലിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ എറണാകുളത്ത് വെച്ചൊരു മീറ്റിങ്ങിൽ ഞാനിത് ശ്രദ്ധപ്പെടുത്തി. അദ്ദേഹം ബിഷപ്പിനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചൊടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് നടക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത്, ക്രിമിനൽ കേസ് എടുക്കേണ്ട ഒരു കുറ്റം അച്ഛൻ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ആര് പോയാലും അവിടെ സർട്ടിഫിക്കറ്റ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം അവരെ കുടുംബ രജിസ്റ്ററിൽ പെടുത്തുന്നു. കുടുംബ രജിസ്റ്റർ വില്ലേജ് ഓഫീസർ പരിശോധിക്കുമോ? ആരും പരിശോധിക്കില്ല. അത് കഴിഞ്ഞാൽ ബിഷപ്പ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് കൊടുക്കുന്നു. ഇപ്പോൾ കാഞ്ഞിരമാളം മേഖലയിൽ അവിടെ ഒരു പള്ളി പണിയണുണ്ട്. പള്ളി പണിയണത് കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോടെ 50,000 രൂപ വാങ്ങിക്കുന്നു എന്നാണ് അവിടുത്തെ ഒരു പ്രവർത്തകൻ ഇന്ന് ഇവിടുത്തെ ഈ ചാനലിൽ കൂടി തന്നെ പറയുന്നത് കേട്ട്. അതൊക്കെ സത്യമാണ്. ഇതെല്ലാം മാറണമെങ്കിൽ ഞാൻ തിരികെ വരാം. ഏതായാലും അഡ്വക്കേറ്റ് ഈശ്വർ തോമസ്